പ്രിയമുള്ളവരെ, പപ്പായ കൊണ്ടുണ്ടാക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയെ പറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇതിലേറെ ഉഷാറാക്കി ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എന്നിരുന്നാലും എൻ്റെ രീതിയിലൊന്ന് കണ്ടോളൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ പപ്പായ വാങ്ങി വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. കാരണം മുട്ടുവേദന, അതുപോലെ നമ്മുടെ നെരിയാണി വേദനക്കൊക്കെ ഈ യൂറിക് ആസിഡിൻ്റെ വേദനയ്ക്ക് വളരെ സമാനം കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോ ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചാൽ ഇത് തിളപ്പിച്ച് കുടിക്കുക, ബാക്കി മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രീതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ പപ്പായ കേട്ടോ, ഞങ്ങളിതിന് കർമൂസ എന്ന് പറയും, കർമ്മത്തി, പപ്പാളി എന്നൊക്കെ പറയും. പപ്പാളി തമിഴിൽ പപ്പാളിയാണ്, പപ്പാളി പറയും. അപ്പോൾ ഈ സാധനമാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊരു ചെറിയ വെള്ളമില്ലാതെ മൈക്ക് വരട്ടിയോ എന്തുകൊണ്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഉപ്പിടാതെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കും. കാലിൻ്റെ നെരിയാണി മുട്ടൊക്കെ വേദന മാറാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് യൂറിക് ആസിഡ് മാറും. ഈ സാധനം ഉപയോഗിച്ച് അതിൻ്റെ വെള്ളം കുടിക്കും, തിളപ്പിച്ചതിൻ്റെ വെള്ളം കുടിക്കും. അപ്പോൾ ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. കാലുവേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ല സാധനം ഇഷ്ടമാണ്. പിന്നെ ഇത് പഴുത്ത് തിന്നാലൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ ഇത് നല്ലോണം ഉണ്ടാക്കി തിന്നാനറിയും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കലുണ്ട്, തിന്നലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാനൊന്ന് വെച്ച് നിങ്ങൾക്ക് കാട്ടിത്തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വെറുതെ വെള്ളമില്ലാതെ കടുക് വെക്കണ ഈ പരിപാടിയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ ആദ്യമായി കയറി ഒന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ആട്ടുക. അപ്പോൾ നിങ്ങൾ പോലത്തെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും പ്രിയമുള്ളവർ. അപ്പോൾ ഇതിൻ്റെ ഗുണം അങ്ങനെയാണ്. നമ്മളെ നെരിയാണി വേദന നമ്മൾ ആളില്ലാത്ത രാജ്യത്തോ, അല്ല ആളുള്ള രാജ്യമാണ്, ഒറ്റയ്ക്ക് ആരുമില്ലാത്ത കുട്ടികളോ മക്കളോ പെണ്ണുങ്ങളോ ആരും ഇല്ലാത്തവർക്ക് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കാലുമുട്ടൊക്കെ വേദനയായിട്ട് എണീക്കാൻ പറ്റില്ല. ആ സമയത്ത് പോയി കടയിൽ പോയിട്ട് ഇതിന് നാട്ടിലെ പൈസ പറയുമ്പോൾ 100 ചില്ലാനൊക്കെ 5 റുപ്യ ആകുമ്പോൾ എത്രയായി? 5, 10, ഒരുപാട് പൈസയായി. അപ്പോൾ പ്രിയമുള്ളവരോട് പറയുന്നത് എന്താ വെച്ചാൽ 70 അതാണ്. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് തോലൊക്കെ ചീവി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മളെ ഈ കായ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്തൊന്ന് വൃത്തിയാക്കി കഴുകി ഉഷാറാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പ്രിയമുള്ളവരോട് പറയുന്നത്, നമ്മളെ ചാനലിൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതിലും ഉഷാറായിട്ട് കൂടുതൽ നന്നായി ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നത് നമ്മളാരും എവിടെ നിന്നും പഠിച്ചതല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കാട്ടിത്തരാം. നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് മാത്രമാണ്. പിന്നെ ഇത് എപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കാലൊക്കെ ഇങ്ങനെ ഈ നെരിയാണി വേദന, മുട്ടുവേദനകളൊക്കെ ഉണ്ടാവും, ഇരുന്ന് എണീക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ സാധനം വാങ്ങി എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കും. ബാക്കി അത് ഞാനൊരു മെഴുക്ക് പുരട്ടിയായി ഒരു പെരിമാരിയൊക്കെ ആക്കി തിന്നാറാണ് പതിവ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇതാ തുടങ്ങി സ്റ്റാർട്ടാക്കി. അത് നമ്മളെ സാധനം തിളച്ചിട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ വെള്ളം കുടിക്കണം. നമ്മളുടെ യൂറിക് ആസിഡൊക്കെ പോകാൻ വേണ്ടി നല്ല വെന്ത് തിളച്ചപ്പോൾ അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിക്കും. എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കണം. അപ്പോൾ നമ്മളെ കാലിൻ്റെ വേദന, മുട്ട് കിണപ്പ് വേദനകൾ, കൊളസ്ട്രോളിൻ്റെ വേദനകൾ മാറും. പിന്നെ ഇനി നമ്മളിത് ഉള്ളിലേക്ക് തൂമിച്ചിട്ട് കടുക് വറുത്തിട്ട് നമ്മൾ ചുറ്റിലിട്ട് കഴിക്കും. ഇതാണ് ആ വെള്ളം കേട്ടോ. ഇതാണ് ആ സാധനം. നല്ല ടേസ്റ്റുള്ള വെള്ളം. നമ്മളെ മുട്ടുംകാല്, കൈകാലിൻ്റെ ഒക്കെ വേദന, നെരിയാണി വേദന ഒക്കെ മാറും ഈ വെള്ളം. സ്റ്റോപ്പ്. അപ്പം നമ്മളെ കറി റെഡി ഇട്ടോ. കറി അല്ല, ഇത് നമ്മളെ റെഡി. അപ്പം നമ്മളിതൊന്ന്
തൂമിച്ചെടുക്കണം. അപ്പം നമ്മൾ എണ്ണ ചട്ടി ഒന്ന് വെക്കുന്നുണ്ട്. നമ്മൾ ചട്ടിയിൽ ഒഴിക്കുന്നത് എണ്ണ ഇതാണ് കേട്ടോ, ജെയ്ത്തൂൻ്റെ എണ്ണയാണ്, ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ്, കൊച്ചുള്ളിയാണ് ഇടാൻ പോണേ. ചൂടായില്ല. നമ്മളെ കൊച്ചുള്ളി എങ്ങനെ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കൊച്ചുള്ളി ഇതായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുള്ളി താളിപ്പാണ്. കൊച്ചുള്ളിൻ്റെ മേലെ കടുകുടുണ്ട്. കൊച്ചുള്ളിയാണ്. കരിയപ്പിത്തലുണ്ട് എന്തായാലും. അങ്ങനെയുണ്ട് കരിവേപ്പില ഇടുന്നത്. അതോടുകൂടി നമ്മളെ കടുക് ഇടാൻ പോവാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി. ഇതിലെ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി. അതാണ് നമ്മളെ കറി. അതാണ് കളറായി. അങ്ങനെ നമ്മളെ കറി ഇതിലേക്ക് ഇടാൻ പോകും. ഇതാണ് നമ്മളെ പപ്പായ മെഴുക്ക് വരട്ടി. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിച്ചു. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വരും വരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.